ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങളെല്ലാവരും കൂടി സൈക്കിൾ എടുത്ത് ഇറങ്ങിക്കട്ടെ. അപ്പോൾ അതേപോലെ സൈക്ലിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ളത് നമ്മൾ പെരിയമ്പലം ബീച്ച്, അപ്പോൾ പെരിയമ്പലം ബീച്ചിലാണ് ഞങ്ങളുള്ളത്. മലപ്പുറം തൃശ്ശൂർ ജില്ലകളുടെ ഏകദേശം ഒരു ബോർഡറിലായിട്ടാണ് ഇത് വരുന്നത്. ഇപ്പോൾ പിന്നിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. മഞ്ചോള് പോകണ്ട കേട്ടോ, എന്തോ ചെറുതായിട്ട് മീൻകോളം ഉണ്ട്. അതുകൊണ്ട് നിറയെ മഞ്ചുകൾ പോകണ്ട. നിങ്ങൾക്ക് പിന്നീട് കാണാം. അപ്പോൾ അവിടെയൊക്കെ നിറയെ മഞ്ചുകൾ പോകുന്നു. പിന്നെ രാവിലെ ആയതുകൊണ്ട് ഒരുപാട് സൈക്ലിസ്റ്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരു 4-5 പേര് 5-6 പേരുണ്ട്. പിന്നെ നമ്മളെ ചെക്കന്മാരെല്ലാവരും കൂട്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ ഇതുപോലെ ഒരു റൈഡ് പോകുകയെന്ന് പറയുന്നത് വളരെ ഒരു രസകരമായൊരു കാര്യം. പിന്നെ അത് മാത്രമല്ല, ഇവിടെ കഴിഞ്ഞ ഒരു നല്ല മഴയൊക്കെ പെയ്ത സമയത്തേ ഇവിടെ കടൽ കയറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു നമ്മൾക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാവുമല്ലോ. എന്താ ബീച്ചുകളിലൊക്കെ പാർക്കുകളിലൊക്കെ വന്നതിന് ഇരിക്കാനുള്ള ഒരു വീട് പോലെയുള്ള ഒരു കൂടാരം ഉണ്ടാവുമല്ലോ, ടെൻറ്റ്. അതൊക്കെ പൊളിഞ്ഞ് വീണിട്ട് കടൽ കയറിയോണ്ട് അതൊക്കെ കടലെടുത്തുകൊണ്ട് ഫുള്ള് അത് ഈ സൈഡിലേക്കായിട്ട് കിടക്കണം. എന്താടാ ഇതെന്താ സംഭവം? ഇത് മറ്റേതാണ്, കോൺക്രീറ്റ്. ഇതണ്ട നമ്മുടെ ഇത് പൊളിഞ്ഞു വന്ന ആ കോൺക്രീറ്റിന്റെ പീസിന്റെ മുകളിൽ, അവിടുന്ന് പൊളിഞ്ഞു വന്ന കോൺക്രീറ്റ് ഇല്ലേ, കോൺക്രീറ്റിന്റെ പീസിന്റെ മുകളിൽ പായൽ പിടിച്ചുകൊണ്ട്. അപ്പൊ അത് പൊളിഞ്ഞു വന്നിട്ട് കുറെ കാലമായിട്ടാ ഉണ്ടാ. ഇതുപോലത്തെ പായൽ വേണം പിടിച്ചുള്ള സംഭവം. വഞ്ചി കരക്കെടുക്കണ്ട അറിയില്ല, ഇപ്പൊ കൊണ്ടുവരാന്ന് അറിയില്ല. കൊണ്ടുവരാണെങ്കിൽ കാണിക്കാട്ടോ അല്ലേ? കൊണ്ടുവരാണെങ്കിൽ കയ്യിൽ എന്താ ഉള്ളത് കാണിക്കാലോ അല്ലേ? ചെക്കന്മാരൊക്കെ തകൃതിയായിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഏകദേശം ഒരു 10 കിലോമീറ്റർ നമ്മൾ വീട്ടിനടുത്ത്. ഇന്ന് സ്മോൾ റൈഡാണ്, ചെറിയ റൈഡാണ്. അവിടെ കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാനുള്ള പല രീതിയിൽ ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് പലരും. നമുക്ക് എടുക്കണം 2-3 ഫോട്ടോ, അടിപൊളി ഫോട്ടോ. പിന്നെ നമ്മളെ സൈക്കിളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. 5 നമ്മൾ 5 ഇന്നൊരാൾ കുറവാണ്, സെഫാനില്ല. അടുത്ത ദിവസങ്ങളിലായിട്ട് കുറേ പേര് നമ്മളവിടെ ജോയിൻ ചെയ്യും. നമ്മുടെ നാട്ടിൽ ചെറിയൊരു സൈക്ലിംഗ് കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇനി ജോയിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്താ ബാബാസേ, രണ്ടിൻ്റെ കൂടിയാ? രണ്ടുണ്ട്. എന്നിട്ട് അതില് കൈയിട്ടോക്ക് അല്ലടാ, ഇപ്പം ഉണ്ടാവില്ലടാ. ആളനക്ക് കേട്ടാൽ അത് അപ്പനെ ഓടിപ്പോവും, കടലിക്കന്നെ ഓടിപ്പോവും. ഇല്ലടാ, അവിടുന്ന് പുറത്ത് നമ്മളിപ്പോൾ ഈ സമയത്തൊന്നും ഉണ്ടാവില്ല, ചാൻസ് കുറവാണ്. അത് അപ്പം തന്നെ ഓടിപ്പോയിണ്ടാവും. ഇവിടെ നല്ല രസമുണ്ട് അല്ലേ? ഇവിടെ നമ്മളവിടുത്തേനായിട്ട് രസമുണ്ടല്ലേ കുറച്ച്? നല്ല ഭംഗിയുണ്ടല്ലേ? കടല് നല്ലൊരു തെളിച്ചുണ്ടല്ലേ? നമ്മളവിടെ ഇപ്പോൾ ഫുള്ള് കറുത്ത രീതിയിലുള്ള വെള്ളം വരുന്നേ. അതെ അല്ലേ? ആ തിര മറിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു നീല കളറില്ലേ ശരിക്കും അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും അതുകൊണ്ടായിരിക്കും വഞ്ചിക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവുക, മീനിനെ കാണാൻ വേണ്ടിയിട്ടില്ലേ? മീനിനെ കാണുന്നുണ്ടാവുക. അവർക്ക് അടിയിൽ മീനിനെ ചിലപ്പോൾ കാണുന്നുണ്ടാവും. വലട്ടിട്ടേ വലട്ട് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ. 10 കിലോമീറ്റർ ഇവ 12 ഓട്ടിണ്ടാവും. നമ്മൾ 8 കിലോമീറ്റർ ഓട്ടിട്ടുള്ളൂ. സിയാസ്ക 10 കിലോമീറ്റർ ഓട്ടിണ്ടാവും. കാരണം നിങ്ങൾ ഇടക്കരയിൽ നിന്ന് വന്നിട്ട് അവീര് വീണ്ടും ഇങ്ങോട്ട് വന്നതല്ലേ. നമ്മൾ അവീരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു.
അപ്പോൾ നമ്മൾ അബിയൂർ ഒരു സൈക്ലിംഗ് കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ട്. അബിയൂർ ബൈക്കേഴ്സ് ക്ലബ്ബ് എന്നുള്ള പേരിൽ നമ്മളൊരു സൈക്ലിംഗ് കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മളെ തൊട്ടടുത്തുള്ള നാട്ടിൽ നിന്നുള്ള പിള്ളേരും ആൾക്കാരും മുതിർന്നവരും എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ പേര് നമ്മളെ ക്ലബിലേക്ക് വരാനുള്ള ചാൻസ് ഒരുപാടാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ആരോഗ്യപരമായ ഒരു കൂട്ടായ്മ വളർത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ നല്ല നല്ല കൂട്ടായ്മകളും ഇങ്ങനെ രാവിലെ ഓടാൻ പോകുന്നവർ സൈക്ലിങ്ങിന് പോകുന്നവർ അങ്ങനത്തെ ഒക്കെ ഓരോ സംഭവങ്ങൾ റെഡിയാക്കി എടുക്കും. നല്ല രസമാണ് എല്ലാവരും കൂടി രാവിലെ ഇറങ്ങുക. അപ്പോൾ രാവിലെ എല്ലാവരും ഇതുപോലെയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. പക്ഷേ സോഷ്യൽ ഡിസ്റ്റൻസിങ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇവിടെ അധികം ആരില്ല, നമ്മളറിയണവർ മാത്രമേ ഉള്ളൂ, വേറെ അധികം ആരൊന്നുമില്ല, നമ്മളെ കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഇടാൻ ഗ്ലൗസ്, സൈക്ലിങ്ങിൻ്റെ ഗ്ലൗസിൽ അതൊക്കെ എന്തിനാ ഗ്ലൗസ് ചെയ്യണടാ? ഫുട്ബോളിൻ്റെ ഗ്ലൗസ് കട്ട് ചെയ്തിട്ട് ഇതിലെവിടെ കട്ട് ചെയ്ത് വിരലിൻ്റെ അവിടെ കട്ട് ചെയ്തിട്ട് അത് സൈക്ലിങ്ങിൻ്റെ ആയിട്ട് ഉപയോഗിച്ചു. ഡെഡിക്കേഷൻ അവരിൽ വലിയ ക്യാമറ തോന്നില്ലേ? വലിയ ക്യാമറ അവർ സൈക്ലിങ്ങിന് വേണ്ടി വന്നുള്ളവരല്ല, അത് ഫോട്ടോ സെഷന് വേണ്ടി വന്നുള്ളൂ. അങ്ങനെയും കുറേ പേരെ കാണാട്ടെ. നമ്മളാരും കുറ്റം പറയില്ല, അതൊക്കെ അവരുടെ ഒരു ഇതാണ്, എന്താ പറയുക, അവരുടെ ഒക്കെ ഒരു ആഗ്രഹങ്ങളല്ലേ, നമ്മളാരും കുറ്റം പറയാൻ പോലെ. പക്ഷെ സൈക്ലിങ്ങിന് വരുന്നവർ മെയിനായിട്ട് അങ്ങനെ ചെയ്യില്ല, ഫോട്ടോസ് എടുക്കും. ഫോട്ടോ അവരിപ്പോൾ വല ഇട്ടുകൊണ്ടിരിക്കുന്നൊക്കെ തോന്നുന്നു. അവർക്ക് വല ഉണ്ടല്ലേ, അത് വലിക്കുന്നുണ്ട്, വല വലിക്കുന്നുണ്ടോ? രാവിലെ വരട്ടോ, അതിരാവിലെ വരണം. ഞങ്ങളിന്ന് കുറച്ച് നേരം ഞങ്ങൾ ഇന്നലെ ഇവര് സാധാരണ ഞാൻ ഇവര് പോയി കാത്തിക്കല, ഇന്ന് ഇവര് ഇന്നെ കാത്തുന്നു. കാരണം ഇന്നലെ രാത്രി എടുക്കാൻ കുറച്ച് നേരം വൈകിയോണ്ടേ എണീക്കാൻ നേരം വൈകി. അതെ, കുട്ടികൾ ഭയങ്കര ആവേശത്തിലാണ്. സൈക്ലിംഗ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇല്ല ഇല്ല, റെഡി, 1 2 3 സ്റ്റാർട്ട്. രാത്രി ശാന്തമായിട്ട് കിടന്നിട്ട് പകല് മോൺസ്റ്റർ ആവാനുള്ള പരിപാടി. ഇതുപോലെ ചെയ്യുന്നവരാരും സൈക്കിള് ബീച്ചിൽ കിടക്കരുത് കേട്ടോ. ഹബിൻ്റെ ഉള്ളിൽ ഇതൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉപ്പുവെള്ളമാണ്. വീണതിനെ ഒഴിച്ചു പോകണമല്ല, നമ്മളെ സൈക്കിളിൻ്റെ ഉള്ളിലേക്ക് ഉപ്പുവെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഒരിടക്ക് പണി കിട്ടിയല്ലോ. പണ്ട് ഇതുപോലെ വിഷ്ണുവിനെ ചവിട്ടിയിട്ട് പണി കിട്ടിയതാ. ഫീൽ ചെയ്യാൻ പറ്റില്ല, കാരണം കുറേ മുന്നേ ചെയ്തിരുന്നു ഒരു 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്ത്. ഇപ്പോൾ ഒന്നും പറ്റില്ല, കാറ്റില്ലല്ലേ, അതിന് ഈ സമയത്ത് ഉണ്ടാവില്ലടാ. ഗൈസ്, പണ്ട് ഫീൽ ചെയ്തിരുന്നു പറഞ്ഞത് നോണല്ല കേട്ടോ, സത്യമാണ്. ഞാനിവിടെ കടയിലൊരു ഫോട്ടോ ഇടാം, പണ്ടത്തെ ഒരു ഫോട്ടോ ഞാൻ എനിക്ക് കാണിച്ചു തരാം. അതായത് ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അന്ന് നമ്മൾ ഈ ത്രില്ലർ സൈക്കിളില്ലേ, പഴയ ത്രില്ലർ സൈക്കിള്, ത്രില്ലർ ആക്ഷൻ ഗിയേഴ്സ്, അതിൻ്റെ ഒക്കെ ഈ മങ്കാട് പോളോ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട്
നല്ല കട്ടിയുള്ള ടയറുകൾ ഇട്ടിട്ട് അന്ന് ഞങ്ങൾ പറയാം 300 രൂപയുടെ ടയർ എന്ന് അതിന് പറഞ്ഞത് 300-350 ടയർ എന്ന് പറയുന്നത്. അത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ മൗണ്ടൈൻ ബൈക്കിൻ്റെ ടയറുകളൊക്കെ വരുന്ന പോലത്തെ അന്ന് നല്ലൊരു 4-5 കട്ടുള്ള ഒരു ടയർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടയർ വാങ്ങിയിടും. പിന്നെ സഡൻ ബ്രേക്കിലൊരു കട്ടുള്ളൊരു ചുവപ്പ് കട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു, എന്താ പറയുക, ഒരു ബ്രേക്ക് കട്ട. അതിട്ട് കഴിഞ്ഞാൽ സൈക്കിളിസ്റ്റ് സഡനായിരിക്കും. പിന്നെ അത് വെള്ളം തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിടിച്ചാൽ കിട്ടുകയും ചെയ്യില്ല. അല്ലാത്ത സമയത്ത് ഭയങ്കര സഡനായിരിക്കും. അപ്പോൾ അത് ഫ്രണ്ടിൽ അതും വെക്കും, ബാക്കിലും വെക്കും. എന്നിട്ട് ഫ്രണ്ട് വെക്കുക, വീൽ ചെയ്യുക, നോസ് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചേരുന്നു പണ്ട്. അതിൻ്റെ ഫോട്ടോസ് ഞാൻ അതിൽ കിട്ടണമെങ്കിൽ ഞാൻ അതിൽ കൊടുക്കാം കേട്ടോ. എൻ്റെ കൂട്ടുകാരൻ്റെ അതിലുണ്ട്, ഞാൻ കൊടുക്കാം. പിന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഫോട്ടോ അവൻ സൂക്ഷിച്ച് വെച്ചായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല, പഴയ ഫോട്ടോസൊന്നുമില്ല. അന്ന് ഫോട്ടോ എടുക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ചിലക്ക് വീഴരുതിട്ടാ, അതിലേക്ക് വീഴരുത്. അപ്പോൾ അന്ന് ഫോട്ടോ എടുക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് അവൻ്റെ അടുത്തൊരു ഫോൺ ഉണ്ടായിരുന്നു, അതിൽ അവ എടുത്തിട്ട് ഫേസ്ബുക്കിൽ പ്രൈവറ്റ് ആക്കി ഇട്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഈയിടെയായിട്ട് എനിക്ക് ആ ഫോട്ടോ കിട്ടിയത്. അവൻ ഫേസ്ബുക്കിൽ പ്രൈവറ്റ് ആക്കി ഇട്ടപ്പോൾ എന്നിട്ട് എന്നോട് പറയാണ്, എൻ്റെ ഒരു പഴയൊരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, ഇന്നിപ്പോൾ അടുത്ത് കണ്ടപ്പോൾ എന്നെ പറഞ്ഞാണ്. ഞാനത് കാണിച്ചു തരാം, അങ്ങനെ പേടിക്കണം. അത് അങ്ങനെ നല്ല രസമാട്ടോ. രാവിലെ ഇങ്ങനെ ടീച്ചർ വരാണ്ട 2 വണ്ടികൾ തമ്മിൽ അവിടെ ഊട്ടിമുട്ടൊന്നുമില്ല, അതിനുള്ള സെറ്റപ്പൊക്കെ അവർക്കറിയാം. പിന്നെ ഇവിടെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. അവിടെ കയറി കഴിഞ്ഞാൽ കുട്ടികൾക്ക് പാർക്കുണ്ട് ഇവിടെ. നല്ല രസമുള്ള പാർക്കാണ്. ഗൈസ് ഇവിടെ ആനയുണ്ട്, കാട്ടുപോത്തുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. കുതിര അവിടെ അതവിടെ ഉണ്ട്. സൂം ചെയ്താലോ? അതാ ഇവിടെ ഒരു കുതിര ഉണ്ട് കേട്ടോ. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അല്ലേ? കടകളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഓപ്പണിംഗ് അല്ല, കൊറോണ കാരണം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളിന്ന് ഏകദേശം ഒരു 22 കിലോമീറ്റർ റൈഡ് ചെയ്തു. രാവിലെ ചെറിയ റൈഡ് ആയിരുന്നു കേട്ടോ, 22 കിലോമീറ്റർ. ഇന്നലെ ഞങ്ങളൊരു ഏകദേശം ഒരു 30 ചില്ലാന്ന് ചവിട്ടില്ലേ. നമ്മൾ ഏകദേശം ഒരു 35-35ഓളം ഇന്നലെ കിലോമീറ്റർ ഇന്നലെ ചവിട്ടി. അപ്പോൾ ഇന്നത്തെ റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നടാ? ബീച്ചൊക്കെ അടിപൊളിയായിരുന്നില്ല? നാളെ പോകണ്ടേ? അപ്പോൾ നാളെ ഞങ്ങൾ ഇതുപോലെ എവിടെയെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ ആ വീഡിയോ ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞങ്ങളെ കൂട്ടുകാർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. പിന്നെ സൈക്കിളിനെ കുറിച്ചിട്ട് വല്ല എൻക്വയറി ഉണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള വാവ് വ്ളോഗ്സിന് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ആ പേജിലൊന്ന് മെസ്സേജ് അയച്ചിട്ടാൽ മതി. എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്തിട്ടാ. നമ്മളങ്ങനെ ചാടുള്ള ആളൊന്നല്ലേ അല്ലേ? അപ്പോൾ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാം അല്ലേ? അങ്ങനെ അപ്പോൾ ഈ വീഡിയോ നമ്മൾ എന്ത് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടാറ്റാ, ബൈ ബൈ. അങ്ങനെ റൈഡ് കഴിഞ്ഞു. ഇന്ന് ചെറിയ റൈഡ്, നാളെ വലിയ റൈഡ്. തീരുമാനിച്ചില്ല, വൈകുന്നേരം. പിന്നെ വൈകുന്നേരം തീരുമാനിക്കുമല്ലോ. ഒരു രാവിലെ അങ്ങനെ പറ്റിച്ചാല്